ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഒരു 7 ക്രൈറ്റീരിയാസ് ആണ്. അതായത് ആമവാദത്തിന്റെ 7 മാനദണ്ഡങ്ങൾ. ഓക്കെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ജോയിന്റ്സിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണത്. അത് കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സിനെയാണ് അത് കൂടുതലും ബാധിക്കുന്നത്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ആമവാദം എന്ന് പറയുന്നത്. ഇനി ഈ ആമവാദമുണ്ട് എന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള ഈ 7 മാനദണ്ഡങ്ങളാണ് ഈ പറയുന്നത്. ഈ 7 ക്രൈറ്റീരിയാസ് ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആമവാദമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. 1987 അമേരിക്കൻ അസോസിയേഷൻ ഓഫ് റുമറ്റിസം ആണ് ഈ ക്ലാസിഫിക്കേഷൻ ഇറക്കിയത്, ഈ 7 ക്രൈറ്റീരിയാസ് ഇറക്കിയത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മോർണിംഗ് സ്റ്റിഫ്നെസ്. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് കൈയും കാലും നമ്മുടെ ജോയിന്റ്സ് എല്ലാം സ്റ്റിഫായിരിക്കുന്നത് പോലെ തോന്നും. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. രാവിലെ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഒരു മണിക്കൂറെങ്കിലും, കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് ലാസ്റ്റ് ചെയ്യും. മെല്ലെ മെല്ലെ സമയം കഴിയും തോറും മെല്ലെ മെല്ലെ ഈ സ്റ്റിഫ്നെസ് കുറഞ്ഞു വരും. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ഇൻ മോർ ദാൻ 3 ജോയിന്റ്സ്. 3-ൽ കൂടുതൽ ജോയിന്റ്സിന് ആർത്രൈറ്റിസ് ഉള്ള അവസ്ഥ. തേർഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ഇൻ ഹാൻഡ് ജോയിന്റ്സ്. നമ്മുടെ കയ്യിലെ ജോയിന്റ്സിനായിരിക്കും കൂടുതലും ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് കാണുന്നത്. നീര് കാണുന്നത് നമ്മുടെ റിസ്റ്റിന്, അതുപോലെ കൈവിരലുകൾ, ഫിംഗേഴ്സിനുള്ള ജോയിന്റ്സിനൊക്കെ ആയിരിക്കും ഈ സ്വെല്ലിംഗ് കൂടുതലായി കാണുന്നത്. ഓക്കെ, 4ാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ഇൻ സിമെട്രിക്കൽ ജോയിന്റ്സ്. അതായത് നമ്മുടെ 2 കൈയിലുമുള്ള ഒരേ ജോയിന്റ്സിന് സിമെട്രിക്കൽ, ഒരുപോലെ ആർത്രൈറ്റിസ് വരുന്നത്. അതായത് വലത് കൈയുടെ റിസ്റ്റിനാണ് സംഭവിച്ചതെങ്കിൽ ഇടത് കൈയുടെയും അതേ ഭാഗത്ത് റിസ്റ്റിന് സംഭവിക്കുന്നു. വലത് കൈയുടെ ഇൻഡെക്സ് ഫിംഗറിനാണ് സംഭവിക്കുന്നതെങ്കിൽ ഇടത് കൈക്കും അതേ ഭാഗത്ത് വരുന്നു. അതാണ് സിമെട്രിക്കൽ, ഒരുപോലെ 2 കൈക്കും ബാധിക്കുന്നത്. അടുത്തത് 5ാമത്തേത് പ്രസൻസ് ഓഫ് റുമറ്റോയ്ഡ് നൊഡ്യൂൾസ്. റുമറ്റോയ്ഡ് നൊഡ്യൂൾസ് എന്നാൽ ഈ ചെറിയ ലംബ് പോലെ നമ്മുടെ ജോയിന്റ്സിന് മേലെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ റുമറ്റോയ്ഡ് നൊഡ്യൂൾസ് നമുക്ക് ഉണ്ടാകുക. അതാണ് 5ാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 6ാമത്തെ ക്രൈറ്റീരിയ എന്നാൽ പ്രസൻസ് ഓഫ് റുമറ്റോയ്ഡ് ഫാക്ടർ ഇൻ ബ്ലഡ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റുമറ്റോയ്ഡ് ഫാക്ടർ ടെസ്റ്റ് ചെയ്യുക. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ RA ഫാക്ടർ അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഫാക്ടർ ഉണ്ട്, പോസിറ്റീവാണ് ടെസ്റ്റിൽ കാണിക്കുന്നതെങ്കിൽ RA നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. അടുത്തത് 7ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റേഡിയോഗ്രഫിക് ചേഞ്ചസ് ആണ്. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ്, ജോയിന്റ് സ്പേസ് ഭയങ്കരമായിട്ട് കുറയും, ജോയിന്റ് ഇറോഷൻസ് കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഈ ലാസ്റ്റ് കാണിക്കുന്ന എക്സ്റേ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എക്സ്റേ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജാണ്, നമ്മുടെ അഡ്വാൻസ്ഡ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിക് സ്റ്റേജ് ഒക്കെയാണ്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഉള്ള ബോൺസിനും ജോയിന്റ്സിനും കാണപ്പെടുന്ന ചേഞ്ചസ്. ഇതാണ് നമ്മുടെ 7 റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 ക്രൈറ്റീരിയാസും ഒരു വ്യക്തി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻ നമ്മൾ സീരിയസ് ആയി തന്നെ കാണേണ്ട കണ്ടീഷനാണ്. ഇത് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, റുമറ്റോയ്ഡ് ആമവാദം ഉണ്ട് എന്ന് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്